വാഹനങ്ങൾക്ക് സ്പീഡ് ഗവർണർ നിർബന്ധമാക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഋഷിരാജ് സിംഗ് പെടാപ്പാടുപെടുമ്പോൾ അത് നിഷ്പ്രയാസം അട്ടിമറിക്കപ്പെടുന്നു. വിക്ടറി ITI ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയ ഡീസൽ ഫ്യൂവൽ ഫീഡ് സിസ്റ്റത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സ്പീഡ് ഗവർണറിനെ കുറിച്ചാണ്. എന്താണ് ഗവർണർ, എന്തിനാണ് ഗവർണർ, എങ്ങനെയാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ചില പ്രത്യേക സ്ഥലങ്ങളിൽ, അതായത് തിരക്കുള്ള റോഡുകളിൽ വാഹനങ്ങൾക്കൊരു നിശ്ചിത വേഗത കൽപ്പിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെ സുരക്ഷയ്ക്കും വാഹനങ്ങൾക്ക് എളുപ്പത്തിൽ സാവകാശം തിരക്കുള്ള സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നതിനും ഈ ക്രമീകരണം സഹായിക്കുന്നു. ഇങ്ങനെ വാഹനങ്ങളുടെ വേഗത ഒരു നിശ്ചിത വേഗതയ്ക്ക് മുകളിലായാൽ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിനാണ് ഗവർണർ ഉപയോഗിക്കുന്നത്. ഒരു വാഹനത്തിന്റെ വേഗത നിശ്ചിത വേഗതയ്ക്ക് മുകളിൽ പോയാൽ ആ വാഹനത്തിന്റെ എഞ്ചിൻ സിലിണ്ടറിലേക്കുള്ള ഫ്യൂവൽ സപ്ലൈ കട്ട് ചെയ്തുകൊണ്ടാണ് ഈ വേഗത നിയന്ത്രിക്കുന്നത്. ഒരു വാഹനത്തിന്റെ വേഗത നിശ്ചിത വേഗതയ്ക്ക് മുകളിലായാൽ എങ്ങനെയാണ് ആ വാഹനത്തിന്റെ വേഗത നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഫ്യൂവൽ സപ്ലൈ കട്ട് ചെയ്തുകൊണ്ടാണ് എന്ന് നാം കണ്ടു. അത് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. ഒരു ഡീസൽ വാഹനത്തിന്റെ എൻജിൻ സിലിണ്ടറിലേക്ക് ഫ്യൂവൽ എത്തുന്നത് ഫ്യൂവൽ ഇഞ്ചക്ടർ വഴിയാണ്. FIP ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പാണ് ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി ഫ്യൂവലിനെ എത്തിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഫ്യൂവൽ എത്തുമ്പോൾ എൻജിൻ സിലിണ്ടറിൽ ഉൽപ്പാദിപ്പിക്കുന്ന പവർ ഉപയോഗിച്ചുകൊണ്ടാണ് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. വാഹനം അമിത വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ വേഗത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എൻജിൻ സിലിണ്ടറിലേക്ക് പ്രവേശിക്കുന്ന ഫ്യൂവലിൻ്റെ അളവ് കുറയ്ക്കേണ്ടതുണ്ട്. ഈ അളവ് കുറയ്ക്കേണ്ട ചുമതല ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിനാണ്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് ഉയർന്ന മർദ്ദത്തിലുള്ള ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി എത്തിക്കുന്നതിനൊപ്പം തന്നെ അമിത വേഗതയിലാകുന്ന സമയത്ത് ഈ എത്തിക്കുന്ന ഫ്യൂവലിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരികയും ചെയ്യേണ്ട ചുമതല ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിനാണ്. എങ്ങനെയാണ് ഒരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് ഇത് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ പ്രവർത്തനം നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കൺട്രോൾ റാക്ക്, സ്ലീവ്, പ്ലഞ്ചർ, ബാരൽ. കൺട്രോൾ റാക്ക്, വയലറ്റ് നിറത്തിൽ കാണുന്ന കൺട്രോൾ റാക്ക് മുന്നോട്ടും പിന്നോട്ടും ചലിക്കുമ്പോൾ സ്ലീവ് കറങ്ങുകയും സ്ലീവിനൊപ്പം പ്ലഞ്ചറും തിരികുകയും ചെയ്യുന്നുണ്ട്. പ്ലഞ്ചറിന് ബാരലിനുള്ളിൽ മുകളിലേക്ക് ചലിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിന്റെ ഫ്യൂവൽ ഇൻലെറ്റ് വഴി ഫ്യൂവൽ ബാരലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ബാരലിനുള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ ക്യാമിന്റെ സഹായത്താൽ പ്ലഞ്ചർ മുകളിലേക്ക് ചലിക്കുകയും ബാരലിന്റെ ഉള്ളിലുള്ള ഫ്യൂവൽ മർദ്ദീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഉയർന്ന മർദ്ദത്തിലുള്ള ഈ ഡീസലാണ് പിന്നീട് ഡെലിവറി വാൽവിലൂടെ ഇഞ്ചക്ടറിലേക്ക് എത്തിച്ചേരുന്നത്. പ്ലഞ്ചർ തുടർന്ന് മുകളിലോട്ട് ചലിക്കുമ്പോൾ പ്ലഞ്ചറിലുള്ള ഹെലിക്സ് സ്ലോട്ട് ഔട്ട്ലെറ്റ് പോർട്ടിന് അഭിമുഖമായി വരികയും ബാരലിനുള്ളിലെ ഉയർന്ന മർദ്ദത്തിലുള്ള ഫ്യൂവൽ ഔട്ട്ലെറ്റ് പോർട്ടിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ബാരലിനുള്ളിലുള്ള ഫ്യൂവലിന്റെ മർദ്ദം കുറയുമ്പോൾ ഡെലിവറി വാൽവ് അടയുകയും ഫ്യൂവൽ സപ്ലൈ കട്ടാവുകയും ചെയ്യുന്നു. പ്ലഞ്ചറിന്റെ ഹെലിക്സ് സ്ലോട്ട് ഔട്ട്ലെറ്റ് പോർട്ടിന് അഭിമുഖമായി വരുന്ന ഭാഗം വ്യത്യാസപ്പെടുത്തി ഫ്യൂവലിന്റെ അളവ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇതെങ്ങനെയാണെന്ന് നമുക്ക് വളരെ വിശദമായി പരിശോധിക്കാം. കൺട്രോൾ റാക്ക് ഉപയോഗിച്ച് പ്ലഞ്ചറിനെ നമുക്ക് ബാരലിനുള്ളിൽ തിരിപ്പിക്കാം. പ്ലഞ്ചർ തിരിച്ച് പ്ലഞ്ചറിലുള്ള ഹെലിക്സ് സ്ലോട്ട് ഔട്ട്ലെറ്റ് പോർട്ടിന് അഭിമുഖമായി വരുന്ന ഭാഗം നമുക്ക് വ്യത്യാസപ്പെടുത്താം. ഇപ്പോൾ കാണുന്ന പോലെ ഹെലിക്സ് സ്ലോട്ടിന്റെ ഈ ആദ്യത്തെ ഭാഗമാണ് ഔട്ട്ലെറ്റ് പോർട്ടിന് അഭിമുഖമായി വരുന്നതെങ്കിൽ പ്ലഞ്ചർ മുകളിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഹെലിക്സ് സ്ലോട്ട് ഔട്ട്ലെറ്റ് പോർട്ടിന് അഭിമുഖം വരികയും ഔട്ട്ലെറ്റ് പോർട്ടിലൂടെ ഫ്യൂവൽ പുറത്തേക്ക് പോവുകയും ഡെലിവറി വാൽവിലൂടെ ഫ്യൂവൽ കട്ടാവുകയും ചെയ്യുന്നു. പ്ലഞ്ചറിന്റെ മറ്റൊരു പൊസിഷൻ നോക്കുക. ആദ്യത്തേതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ സമയം എടുത്തിട്ടാണ് ഇപ്പോൾ ഹെലിക്സ് സ്ലോട്ടിന് ഔട്ട്ലെറ്റ് പോർട്ടിന് അഭിമുഖം വരുന്നത്. ഇങ്ങനെ പ്ലഞ്ചർ തിരിക്കുന്തോറും ഔട്ട്ലെറ്റ് പോർട്ടിന് അഭിമുഖം വരുന്ന ഹെലിക്സ് സ്ലോട്ടിന്റെ ഭാഗം കൂടുതൽ സമയം എടുത്തുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് കൂടുതൽ ഫ്യൂവൽ ഡെലിവറി വാൽവിലൂടെ പുറത്തേക്ക് പോകാനുള്ള സമയം ഉണ്ടാകുന്നു. ഇങ്ങനെ നമുക്ക് ഫ്യൂവലിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഡെലിവറി വാൽവിലൂടെ പോകുന്ന ഫ്യൂവലിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിനുവേണ്ടി ചെയ്യേണ്ടത് പ്ലഞ്ചർ തിരിപ്പിക്കുക എന്ന് മാത്രമാണ്. എങ്ങനെയാണ് ഇനി പ്ലഞ്ചർ തിരിപ്പിക്കേണ്ടത്? അതാണ് ഒരു ഗവർണർ ചെയ്യുന്നത്. വേഗത കൂടുന്നതിനനുസരിച്ച് ഫ്യൂവൽ സപ്ലൈ കട്ടാവുന്നതിനെ അല്ലെങ്കിൽ ഫ്യൂവൽ സപ്ലൈയുടെ അളവ് നിയന്ത്രിക്കുന്നതിനെ പ്ലഞ്ചറിന് തിരിപ്പിക്കുക എന്നതാണ് ഒരു ഗവർണറിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. അതെങ്ങനെയാണെന്നാണ് ഇനി നമുക്ക് വിശദമായി പരിശോധിക്കാം. ചിത്രത്തിൽ കാണുന്നതാണ് ഒരു മെക്കാനിക്കൽ ഗവർണർ. ഈ മെക്കാനിക്കൽ ഗവർണറിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ വെയിറ്റ് തന്നെയാണ്. ഈ സെൻട്രിഫ്യൂഗൽ വെയിറ്റിനെ ഒരു ലിങ്ക് ഉപയോഗിച്ച് സ്ലീവ് വഴിയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. സ്ലീവിലെ ഒരു സ്ലോട്ടിൽ നിന്ന് ലിവറും ആ ലിവർ കണക്ട് ചെയ്തിരിക്കുന്നത് കൺട്രോൾ റാക്കിലേക്കുമായിരിക്കും. ഇതാണ് ഒരു മെക്കാനിക്കൽ ഗവർണറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിന്റെ വിശദീകരണമുള്ള ചിത്രവും. ഇനി ഈ മെക്കാനിക്കൽ ഗവർണർ പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്ന് അതിന്റെ ഒരു സിമ്പിൾ അനിമേഷനോട് നമുക്ക് കാണാം.
മെക്കാനിക്കൽ ഗവർണറിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കി തരുന്ന ഒരു സിമ്പിൾ അനിമേഷനാണിത്. ഇതിൽ മധ്യഭാഗത്തായി കാണപ്പെടുന്ന യെല്ലോ കളറിലുള്ള ഭാഗമാണ് ഗവർണർ ഷാഫ്റ്റ്. ഇത് എഞ്ചിനുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു. എഞ്ചിൻ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് എഞ്ചിൻ്റെ വേഗതയ്ക്കനുസരിച്ച് ഈ ഷാഫ്റ്റിൻ്റെ വേഗതയും വർദ്ധിക്കുന്നു. ഈ ഷാഫ്റ്റിലാണ് 2 സെൻട്രിഫ്യൂഗൽ വെയിറ്റുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ഷാഫ്റ്റ് കറങ്ങുന്നതിനൊപ്പം ഈ സെൻട്രിഫ്യൂഗൽ വെയിറ്റുകളും ഷാഫ്റ്റിനൊപ്പം കറങ്ങുകയും ചെയ്യുന്നു. ഷാഫ്റ്റിൻ്റെ വേഗതയ്ക്കനുസരിച്ച് ഈ സെൻട്രിഫ്യൂഗൽ വെയിറ്റുകൾ കറങ്ങുന്നതിൻ്റെ വേഗത അതിനൊപ്പം വർദ്ധിക്കുകയും സെൻട്രിഫ്യൂഗൽ വെയിറ്റുകൾ പുറത്തേക്ക് അകലുകയും ചെയ്യുന്നു. എഞ്ചിൻ്റെ വേഗത കൂടുമ്പോൾ ഫ്ലൈ ബോളുകൾ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ വെയിറ്റുകൾ പുറത്തേക്ക് അകലുകയും സ്ലീവ് ഷാഫ്റ്റിലൂടെ മുകളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സ്ലീവ് മുകളിലേക്ക് ചലിക്കുമ്പോൾ അതോടൊപ്പം ബന്ധിപ്പിച്ചിട്ടുള്ള ലിവറും ചലിക്കുന്നു. ഈ ലിവർ കൺട്രോൾ ട്രാക്കുമായിട്ടായിരിക്കും ബന്ധിപ്പിച്ചിട്ടുണ്ടാവുക. ഈ ലിവറാണ് കൺട്രോൾ ട്രാക്കിനെ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുന്നത്. ഇങ്ങനെ കൺട്രോൾ ട്രാക്ക് മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നതനുസരിച്ച് പ്ലഞ്ചർ തിരിയുന്നതും ഫ്യൂവലിൻ്റെ അളവ് വ്യത്യാസപ്പെടുന്നതും നമ്മൾ കണ്ടു. നമ്മളിപ്പോൾ അനിമേഷനിൽ കണ്ടതിൻ്റെ ഒരു വർക്കിംഗ് മോഡൽ കാണുക. ലാബിൽ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ മെക്കാനിക്കൽ ഗവർണറിൻ്റെ മോഡലാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പ്രവർത്തിക്കുമ്പോൾ അതിനൊപ്പം ലിവറും പൊങ്ങിയും താഴെയും ചെയ്യുന്നത്. ഈ ലിവർ കൺട്രോൾ ട്രാക്കുമായി